ഹാരി പോട്ടർ സിനിമകളുടെ ആരാധകരാണ് നമ്മളിൽ പലരും. ഹോഗ്വാർട്സ് മാന്ത്രിക വിദ്യാലയത്തിൽ ഒരിക്കലെങ്കിലും പോകാൻ കഴിഞ്ഞെങ്കിലെന്ന് നമ്മളിൽ ചിലരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാകാം. ആ ആഗ്രഹം ഒരു പരിധിവരെ നിറവേറ്റാൻ പറ്റുന്നൊരിടം മുംബൈയിലുണ്ട്. മുംബൈയിലെ ഒരു റെസ്റ്റോറൻ്റാണ് ഇത്. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ഈ കഥ വിശദമായി പറയും. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് മുംബൈയിലെ ലോവർ പരേലിലാണ് എത്തിയത്. ലൂണ എറ്റ് സോൾ എന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മുടെ ഈ യാത്ര. ലൂണ എറ്റ് സോൾ എന്നത് ഫ്രഞ്ച് ലാറ്റിൻ ഒരു വാക്കാണ്. ലൂണ എന്നത് ചന്ദ്രൻ, എറ്റ് എന്നത് ആൻഡ്, അതായത് ചന്ദ്രനും സൂര്യനും, സോൾ എന്നത് സൂര്യൻ എന്ന അർത്ഥമാവുന്നത്. ഏതായാലും റെസ്റ്റോറൻറ്റിനകത്ത് ചെന്ന് ആ കാഴ്ചകളിലേക്ക് നമുക്ക് വളരെ വേഗത്തിൽ പോകാം. റെസ്റ്റോറൻറ്റ് അകത്തേക്ക് ഞാൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അക്ഷരാർത്ഥത്തിൽ മാജിക്കൽ. ഹാരി പോട്ടർ സിനിമകളിൽ കണ്ടിട്ടുള്ള ആ മനോഹരമായ മാന്ത്രിക വിദ്യാലയത്തിലേക്ക് നമ്മൾ സ്വയം എത്തുന്ന തരത്തിലുള്ള ഒരു അനുഭവമാണ്. ആ കാഴ്ചകളിലേക്കാണ് ഞാൻ പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. Talking about Luna and Soul, it's a concept where we have thought of bringing as if you are dining under the stars in Swiss Alps, where you are around the snow, sitting below the sky, and that kind of dining experience we wanted to give. Luna specializes in serving European cuisine. We have thought of chalet is an important element of Luna at Soul. ഹാരി പോട്ടർ സിനിമയിലെ മാന്ത്രിക വിദ്യാലയം എന്ന് നമുക്ക് അനുഭവപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. ഓരോ എലമെന്റ്സും, ഇവിടെയുള്ള ടേബിളിന് മുകളിലെ ഷീറ്റ് ആവട്ടെ, ഗ്ലാസുകളാവട്ടെ, എവിടെ നോക്കിയാലും ആ ഒരു ഡീറ്റെയിലിംഗ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇത് മുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന കത്തുകൾ നോക്കൂ, അതൊക്കെ ഹാരി പോട്ടറിന് വന്ന കത്തുകളാണ്. Really nice. This is one of the places where you can have experiential food. So as you know, it can be tasty while it can give you a very wholesome experience. നമ്മൾ 1-2 വിഭവങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം, കാരണം ഓർമ്മയിൽ നിന്ന് എടുത്തു പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇന്ത്യൻ ഭക്ഷണങ്ങളല്ല, യൂറോപ്യൻ ശൈലിയിലുള്ള ഭക്ഷണങ്ങളാണ് ഇവിടെ, വിഭവങ്ങളാണ് നമുക്കിവിടെ കിട്ടുക. നമ്മളിപ്പം ഓർഡർ ചെയ്ത ആദ്യത്തെ ഡിഷ് വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് ഹോൾ ഗ്രേഡ് ചിക്കൻ എന്നതാണ്. നമുക്ക് കഴിച്ചു നോക്കാം. അതിലുള്ളത് ചിക്കൻ ഉണ്ട്, പൊട്ടാറ്റോ ഉണ്ട്, പിന്നെ കുറച്ച് വെജിറ്റബിൾ. ജസ്റ്റ് ട്രൈയിങ് ദിസ്. ഗ്രേറ്റ് ഹോൾ റോസ്റ്റ്. ഈ ഒരു നൈറ്റ് ആംബിയൻസിൽ യഥാർത്ഥത്തിലൊരു വ്യത്യസ്തമായൊരു അനുഭവം. ഭക്ഷണവും കൊള്ളാം, ഭക്ഷണം നല്ല രുചിയുണ്ട്. നമ്മൾ സാധാരണ സ്ഥിരമായി കഴിക്കുന്ന രുചികളിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസമാണ്. So what is it? Is a rustic stew. യഥാർത്ഥത്തിൽ ഇത് ചോറും ഒരു പ്രത്യേക രീതിയിലുള്ള കറിയുമാണ് ഈ ഒരു വിഭവത്തിലുള്ളത്. അത് മിക്സ് ചെയ്താണ് നമുക്ക് അദ്ദേഹം സെർവ് ചെയ്ത് തരുന്നത്. ചോറും ഒരു
കറിയുമാണ്. അതിൽ ബ്രൊക്കോളി എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, ക്യാപ്സിക്കം അടക്കമുള്ള ചില പച്ചക്കറികളും അതിലുണ്ട്. ഈ ഒരു രുചി അത് സാധാരണ നമ്മൾ നാട്ടിൽ കഴിക്കുന്ന, കേരളത്തിൽ കഴിക്കുന്ന പോലെയുള്ള തനതായ രുചിയല്ല, അതിനപ്പുറത്തേക്കുള്ള ഒരു യൂറോപ്യൻ ശൈലിയിലുള്ള ഒരു രുചി അത് എനിക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. This is Midnight Amber. Midnight Amber. It's a lingering glow, dark chocolate mousse served in the candle shape, studded with some almond flakes which to light on the table. ഇതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ്സ് ഉണ്ട്. ഒപ്പം തന്നെ ഈ കത്തുന്നത് യഥാർത്ഥത്തിൽ ആൽമണ്ട്സ് ആണ്, ബദാമാണ്. ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും രുചികരമായ ചോക്ലേറ്റ് ഡെസേർട്ട് ഇതായിരിക്കും. ഈ ഡെസേർട്ടോടെ നമ്മൾ തൽക്കാലം ഭക്ഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഈ ആംബിയൻസ് കാണാനായി വരുന്ന ആളുകളായിരിക്കും ആദ്യം ഇങ്ങോട്ടേക്ക് വരുന്നത്, അത് അനുഭവിക്കാനും. പക്ഷേ അങ്ങനെ എത്തി ഫോട്ടോയൊക്കെ എടുത്ത് മടങ്ങി പോകുന്ന ആളുകൾ വീണ്ടും ഒരിക്കൽ കൂടി ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ അവരുടെ ഭക്ഷണം കൂടി ആ തരത്തിൽ മികച്ചതായിരിക്കണം. ആ കാര്യത്തിൽ കാര്യമായ ശ്രദ്ധ ഈ റെസ്റ്റോറൻറ്റ് ചെലുത്തിയിട്ടുണ്ട്. അത് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നുമുണ്ട്. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.